Hi friends, welcome to Edumendo. This video we'll be going to learn about the different layers of blockchain architecture. So this is the architectural view of a blockchain. ഇവിടെ നമുക്ക് കാണാം നമ്മൾ ബ്ലോക്ക്ചെയിന് 6 layers ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. The lowest layer is the network layer. Above that comes the P2P, that is the peer-to-peer layer, and above that the cryptography layer, and then comes the consensus, then the execution layer, and finally on the top we have the applications layer. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ ലെയറും എന്താണെന്നുള്ളത് നോക്കാം. So let's start from the bottommost one, the network layer. The network layer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it's just the internet. നമ്മുടെ നോർമൽ ഇന്റർനെറ്റിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്ന ഇന്റർനെറ്റ്. അതായത് നമ്മൾ TCP/IP ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു നോർമൽ നെറ്റ്വർക്ക് ലെയർ ആണ് നമുക്ക് ഇവിടെ ബോട്ടമോസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത്. സോ ഹിയർ വി ക്യാൻ സീ the preceding diagram, the lowest layer is the network layer, which is usually the internet, and it provides a base communication layer for any blockchain network. അപ്പോൾ ഏതൊരു ബ്ലോക്ക്ചെയിൻ നെറ്റ്വർക്ക് എടുത്താലും നമുക്ക് എന്ത് വേണം? നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഇന്റർനെറ്റ് വേണം, റൈറ്റ്? ഇന്റർനെറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബാക്കി എന്തും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്റർനെറ്റ് വരുന്നതാണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയർ. വാട്ട് കംസ് അബൌട്ട് ദ നെറ്റ്വർക്ക് ലെയർ? അവർ പിയർ ടു പിയർ ലെയർ. സോ P2P നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക്ചെയിന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ബ്ലോക്ക്ചെയിൻ എന്ന് പറയുന്നത് ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ അവിടെ കുറെ നോഡ്സ് ഉണ്ടായിരിക്കും. എല്ലാ നോഡ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. എല്ലാവർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇവിടെ ഈ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇവര് ഇൻഫോർമേഷൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് സച്ചസ് ഗോസിപ്പ് പ്രോട്ടോകോൾസ്, ഫ്ലഡിംഗ് പ്രോട്ടോകോൾസ്, ഇങ്ങനത്തെ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് ഇവര് ഇൻഫോർമേഷൻസിനെ പാസ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിളിൽ ഇപ്പൊ ഒരു ബാങ്ക് ട്രാൻസ്ഫറിന്റെ കാര്യം, ഒരു പേയ്മെന്റ് നടത്തിയത് എ എന്ന് പറയുന്ന യൂസർ ബി എന്ന് പറയുന്ന യൂസർക്ക് ഒരു പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടത്തിയ ഒരു എക്സാമ്പിൾ വരും. പക്ഷേ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയയാണ്. അത് നമുക്ക് ആക്ച്വലി ഒരു ഡാറ്റാബേസ് പോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യാം, ഗവൺമെന്റ് സെക്ടേഴ്സിൽ യൂസ് ചെയ്യാം, എഡ്യൂക്കേഷൻ ഫീൽഡിൽ യൂസ് ചെയ്യാം. അങ്ങനെ ബ്ലോക്ക് ചെയിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് ഈ പിയർ ടു പിയർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ദാറ്റ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഗോസിപ്പ് പ്രോട്ടോകോൾസ്, ഫ്ലഡിംഗ് പ്രോട്ടോകോൾസ്, ഇതുപോലെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഇൻ P2P ലെയർ വി ഹാവ് ദ ഗോസിപ്പ് പ്രോട്ടോകോൾസ്, റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ആൻഡ് ഫ്ലഡിംഗ് പ്രോട്ടോകോൾസ്. ഇപ്പൊ ഇതുപോലത്തെ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് അബൌട്ട് ദ പിയർ ടു പിയർ ലെയർ വി ഹാവ് ദ ക്രിപ്റ്റോഗ്രഫി. അപ്പൊ ക്രിപ്റ്റോഗ്രഫി എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടതാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ഇൻഫോർമേഷൻസിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്രിപ്റ്റോഗ്രഫി ഉള്ളത്. സോ ഹിയർ ദ ക്രിപ്റ്റോഗ്രഫിക് ലെയർ വിച്ച് കണ്ടെയ്ൻസ് ക്രൂഷ്യൽ ക്രിപ്റ്റോഗ്രഫിക് പ്രോട്ടോകോൾസ് that ensure the security of the blockchain. ബ്ലോക്ക് ചെയിന്റെ സെക്യൂരിറ്റിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ക്രിപ്റ്റോഗ്രഫിക് ടെക്നിക്സ് യൂസ് ചെയ്യും. അപ്പൊ ആ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ നമ്മൾ സേഫ് ആക്കുന്നത്, നമ്മുടെ ഇൻഫോർമേഷൻസിനെ സേഫ് ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ്, ആ ലെഡ്ജേഴ്സിനെയൊക്കെ നമ്മൾ സേഫ് ആക്കി വെക്കുന്നത് ഈ ക്രിപ്റ്റോഗ്രഫിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ വേരിയസ് ക്രിപ്റ്റോഗ്രഫിക് ടെക്നിക്സിൽ മെയിൻ ആയിട്ട് നമ്മുടെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, ഹാഷ് ഫംഗ്ഷൻസ്, ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്നത്. Now about the cryptography we have the consensus. കൺസെൻസസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് ചെയിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ പറഞ്ഞു ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഓഫ് ബ്ലോക്ക് ചെയിൻ, അല്ലെ? അതായത് ഒരു കോമൺ എഗ്രിമെന്റിലോട്ട് എത്തുന്നത്, അതാണ് കൺസെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷന് വാലിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നതും, അതുപോലെ തന്നെ ആ ട്രാൻസാക്ഷൻ വാലിഡ് ആണെങ്കിൽ ആ ലെഡ്ജറിലോട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ കൺസെൻസസ് മെക്കാനിസംസ് ബേസ് ചെയ്തിട്ടാണ്. അതായത് ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാവരും ഒരു കോമൺ എഗ്രിമെന്റിലോട്ട് എത്തണേനാണ് ഇത് വാലിഡ് ആണോ, ഇതിനെ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടേന്നൊക്കെ എല്ലാവരും കൂടി ഒരു കോമൺ ഡിസിഷനിൽ എത്തണേനാണ് നമ്മൾ കൺസെൻസസ് എന്ന് പറയുന്നത്. അതിന് ഡിഫറെന്റ് മെക്കാനിസംസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റേറ്റ് മെഷീൻ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ SMR എന്ന് പറയും. അതുപോലെ പ്രൂഫ് ബേസ്ഡ് കൺസെൻസസ് മെക്കാനിസംസ് ഉണ്ട്,
ബൈസന്റൈൻ ഫോൾട്ട് ടോളറൻസ് മെക്കാനിസംസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസെൻസസ് മെക്കാനിസംസ് ഉണ്ട്. ഇതാണ് ഇവിടെ ഫോർത്ത് ലെയറിൽ പറയുന്നത്. ഈസ് കൺസേൺ വിത്ത് ദ യൂസേജ് ഓഫ് വേരിയസ് കൺസെൻസസ് മെക്കാനിസംസ് ടു എൻഷുർ എഗ്രിമെന്റ് എമംഗ് ഡിഫറെന്റ് പാർട്ടിസിപ്പൻസ് ഓഫ് ദ ബ്ലോക്ക് ചെയിൻ. ആ ബ്ലോക്ക് ചെയിനിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസും ഒരു കോമൺ എഗ്രിമെന്റിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെക്കാനിസംസ്, അതാണ് കൺസെൻസസ് ലെയറിൽ വരുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ കണ്ടു. SMR ഉണ്ട്, അതായത് സ്റ്റേറ്റ് മെഷീൻ റെപ്ലിക്കേഷൻ. പിന്നെ പ്രൂഫ് ബേസ്ഡ് കൺസെൻസസ് മെക്കാനിസംസ് ഉണ്ട്, ട്രഡീഷണൽ ഫോൾട്ട് ടോളറൻസ് മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ ഈ ഡിഫറെന്റ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇനി കൺസെൻസസ് ലെയറിന്റെ എബോവ് വരുന്ന ലെയർ ആണ് എക്സിക്യൂഷൻ ലെയർ. അപ്പോൾ ഈ ഒരു എക്സിക്യൂഷൻ ലെയറിലാണ് നമ്മുടെ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ദ ബ്ലോക്ക് ചെയിൻ നടക്കുന്നത്. അതായത് ഈ ബ്ലോക്ക് ചെയിൻ്റെ അകത്ത് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ബ്ലോക്സിനെ ആഡ് ചെയ്യുന്നത്, ലെഡ്ജേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുപോലെ സ്മാർട്ട് കോൺട്രാക്ട്സ് റൺ ചെയ്യുന്നത്. സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന ചില പ്രോഗ്രാംസ് ആണ്. അതായത് സർട്ടൻ കണ്ടീഷൻസ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസിനെയാണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ ആക്ച്വൽ വർക്കിംഗ് നടക്കുന്നത് എക്സിക്യൂഷൻ ലെയറിലാണ്. ദിസ് ലെയർ, as the name suggests, provides execution services on the blockchain and performs operations such as value transfer, smart contract execution and block generation. അപ്പൊ ഈ പറയുന്ന പോലെ വാല്യൂസ് ട്രാൻസ്ഫർ ചെയ്യുക, അതായത് ട്രാൻസാക്ഷൻസ് നടക്കുന്നതും സ്മാർട്ട് കോൺട്രാക്ട്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ബ്ലോക്സിനെ ജനറേറ്റ് ചെയ്യുന്നത്, ഇതുപോലത്തെ എല്ലാ ഓപ്പറേഷൻസും ആക്ച്വലി റൺ ചെയ്യുന്നത് എക്സിക്യൂഷൻ ലെയറിലാണ്. അപ്പൊ ചില ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സിൽ ഈ എക്സിക്യൂഷൻ ലെയറിന് വേണ്ടിയിട്ട് വിർച്വൽ മെഷീൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എതേറിയം നെറ്റ്വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിർച്വൽ മെഷീൻ ആണ് എതേറിയം വിർച്വൽ മെഷീൻ, അല്ലെങ്കിൽ EVM. EVM നിങ്ങൾ നോട്ട് ചെയ്യണം, EVM നെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇതാണ് എക്സിക്യൂഷൻ ലെയർ. സോ ഹിയർ യു ക്യാൻ സി എക്സിക്യൂഷൻ ലെയറിലാണ് വിർച്വൽ മെഷീൻസ് വരുന്നത്. വിർച്വൽ മെഷീൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ എൻവയോൺമെന്റ് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് വിർച്വൽ മെഷീൻസ് ഉള്ളത്. അതേപോലെ നമ്മൾ ബ്ലോക്സ് ജനറേറ്റ് ചെയ്യുന്നതും ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഇതൊക്കെ ആക്ച്വലി നടക്കുന്നത് എക്സിക്യൂഷൻ ലെയറിലാണ്. ഇനി എബോവ് ഓൾ ദീസ് ലെയേഴ്സ് ദ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പൊ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നതാണ് ശരിക്കും യൂസേഴ്സ് വരുന്ന ലെയർ. അതായത് യൂസേഴ്സ് ഈ ബ്ലോക്ക് ചെയിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ആ ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യണമെങ്കിലും ഡെസ്ക്ടോപ്സോ ലാപ്ടോപ്സോ യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഒരു യൂസർ ഇന്റർഫേസ് വേണം, അല്ലെ? അതായത് നമ്മളുടെ കയ്യിൽ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. അപ്പൊ ആ ആപ്ലിക്കേഷൻസ് റൺ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങളും ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് ബ്ലോക്ക് ചെയിനിൽ എന്തൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിലും യൂസർക്ക് എന്ത് വേണം? ആ ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് വേണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വേണം. ആ ആപ്ലിക്കേഷൻസ്, യൂസർ ഏജൻസും ആപ്ലിക്കേഷൻസ് പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് എവിടെയാണ്? ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ്. സോ ഫൈനലി വി ഹാവ് ദ ആപ്ലിക്കേഷൻ ലെയർ. ദിസ് ലെയർ can effectively contain all sorts of various user level agents and programs that operate on the blockchain. ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ യൂസർ ലെവൽ ഏജൻസും പ്രോഗ്രാംസും ഉള്ളത് ഈ ആപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആപ്ലിക്കേഷൻ ലെയർ ഒരു യൂസർ ഇന്റർഫേസ് പോലെ ആക്ട് ചെയ്യും. സോ യൂസേഴ്സ് ഇന്ററാക്ട് വിത്ത് ദ ബ്ലോക്ക് ചെയിൻ വിയ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ്. ഈ ആപ്ലിക്കേഷൻ ലെയറിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് യൂസേഴ്സ് ബ്ലോക്ക് ചെയിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ. ഒന്നുകൂടി സമറൈസ് ചെയ്യാം. ബോട്ടമോസ്റ്റ് ഇസ് ദ നെറ്റ്വർക്ക് ലെയർ, അതായത് നമ്മുടെ നോർമൽ ഇന്റർനെറ്റ് ആണ്. അതിന്റെ മുകളിലായിട്ട് P2P, പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും. ഗോസിപ്പ് പ്രോട്ടോകോൾ, റൗട്ടിംഗ് പ്രോട്ടോകോൾ, ഫ്ലഡിംഗ് പ്രോട്ടോകോൾ, ഇതുപോലത്തെ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻഫർമേഷൻസിനെയും അതുപോലെ ലെഡ്ജേഴ്സിനെയൊക്കെ സെക്യൂർ ആക്കി വെക്കാൻ, അതായത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനെ കംപ്ലീറ്റ്ലി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് P2P ലെയറിന്റെ എബോവില് നമുക്കൊരു ക്രിപ്റ്റോഗ്രഫി ലെയർ ഉണ്ട്. അവിടെ നമ്മൾ ഹാഷിങ്ങും അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഒക്കെ പോലത്തെ ഡിഫറെന്റ് ക്രിപ്റ്റോഗ്രഫിക് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. ആൻഡ് അബവ് ദാറ്റ് ഇസ് ദ കൺസെൻസസ്. കൺസെൻസസ് വഴിയാണ് നമ്മളൊരു കോമൺ എഗ്രിമെന്റിലോട്ട് എത്തുന്നത്. എല്ലാ പാർട്ടിസിപ്പൻസും ഒരു കോമൺ എഗ്രിമെന്റിലോട്ട് എത്തുന്നത് കൺസെൻസസ് വഴിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് കൺസെൻസസ് മെക്കാനിസംസ്,
ഇപ്പൊ പ്രൂഫ് ബേസ്ഡ് ആയാലും ഫോൾട്ട് ടോളറന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഒക്കെ വരുന്നത് ഈ കൺസെൻസസ് ലെയറിലാണ്. above that is the execution layer. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിന്റെ പ്രോപ്പർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സിക്യൂഷൻ ലെയറിലാണ്. ബ്ലോക്സ് ജനറേറ്റ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, വിർച്വൽ മെഷീൻസ് വരുന്നത്, ഇതെല്ലാം ഈ ഒരു എക്സിക്യൂഷൻ ലെയറിലാണ്. ഇനി ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യൂസേഴ്സിന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസ് വേണം, അതായത് അപ്ലിക്കേഷൻസ് വേണം, ഒരു പ്രോഗ്രാം വേണം, റൈറ്റ്? അപ്പോൾ യൂസേഴ്സ് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ലെയർ, അതാണ് നമ്മുടെ അപ്ലിക്കേഷൻ ലെയർ. So these are the different layers of the architectural view of the blockchain. Thank you.